നമസ്കാരം. അപ്പോൾ ഇന്നലെ ആയിരുന്നു ലാലേട്ടൻ തരുൺമൂർത്തി ചിത്രം L360 എന്ന താൽക്കാലിക നാമം കൊടുത്തിരിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. ഷൂട്ടിങ്ങിന്റെ ആദ്യ ദിവസം തന്നെ ലാലേട്ടൻ ചിത്രത്തിന്റെ സംവിധായകനായ തരുൺമൂർത്തിയെ അമ്പരപ്പിച്ചിരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. താനും ലാലേട്ടനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇന്നലെയാണ് ആരംഭിച്ചത്. ഏകദേശം 15 കൊല്ലത്തിനു ശേഷമാണ് ലാലേട്ടനും ശോഭന ചേച്ചിയും വീണ്ടും നായിക വേഷത്തിൽ എത്തുന്നു എന്ന പ്രത്യേക കൂടി ഈ ചിത്രത്തിനുണ്ട്. അങ്ങനെ നിൽക്കെ ലാലേട്ടൻ ക്യാമറയ്ക്ക് മുമ്പിൽ എങ്ങനെയൊക്കെയാണ് കഥാപാത്രമായി മാറുന്നു എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ആ ഒരു നിമിഷം നേരിട്ട് അനുഭവിച്ചു കാണുന്നത്. ആദ്യ ദിവസം തന്നെ ലാലേട്ടന്റെ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ, ചിത്രത്തിന്റെ രംഗങ്ങൾ അവസാനിക്കുമ്പോൾ പോലും ചിത്രത്തിന്റെ ഇന്നലെടുത്ത ലാലേട്ടന്റെ പല രംഗങ്ങൾക്കും കട്ടു പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു കഥാപാത്രമായിട്ട് ലാലേട്ടൻ മാറിക്കഴിഞ്ഞ ശേഷം ആ ഒരു രംഗത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷവും അദ്ദേഹത്തിന്റെ കുറച്ച് കൂട്ടിച്ചേർക്കലുണ്ട്. ഒരു സംവിധായകൻ എന്ന നിലയിൽ അതെന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. 43 കൊല്ലങ്ങൾ കൊണ്ട് അദ്ദേഹം സിനിമയിൽ നിന്നും മനസ്സിലാക്കിയ പല പാഠങ്ങളും അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രത്തിനുള്ള രംഗങ്ങളിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന കാഴ്ചയാണ് എനിക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഈ സിനിമയോടുള്ള എന്റെ കോൺഫിഡൻസ് ഇന്നത്തോടെ വീണ്ടും ഉയർന്നിരിക്കുകയാണ്. തരുൺമൂർത്തി പറഞ്ഞ ഈ വാക്കുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ലാലേട്ടനും തരുൺമൂർത്തിയും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ലാലേട്ടൻ ആരാധകരും സിനിമാ പ്രേമികളും ഈ ചിത്രത്തിന് വേണ്ടി ഒരുപാട് പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കാരണം തരുൺമൂർത്തി എന്ന സംവിധായകന്റെ 2 ചിത്രങ്ങൾ നോക്കിയാൽ തന്നെ മതിയാകും. സൗദി വെള്ളയ്ക്കയും ഓപ്പറേഷൻ ജാവയും എന്ന സിനിമ എത്രത്തോളം മലയാള സിനിമാ പ്രേമികൾ ഏറ്റെടുത്ത കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ L360 എന്ന താൽക്കാലിക നാമമിട്ട ഈ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.